ഞങ്ങൾ മറന്നു പോയിരിക്കുന്നു. ഞങ്ങളുടെ കൂടെ വാ, അല്ലെങ്കിലേ നീ ഇവിടെ പട്ടിണി കിടന്ന് ചത്തുപോകും. ഞാൻ പറഞ്ഞില്ലേ, എനിക്കെന്റെ ജീവനക്കാരൻ എന്താ എന്റെ യജമാനൻ. സ്വന്തം തക്ക് തിരിച്ചറിയാത്തവർ എന്നും നില വിളിച്ചുകൊണ്ടേയിരിക്കും. ദാണ്ടേ ഇങ്ങനെ അവനെ കാണുന്നില്ല. നമ്മുടെ നായ്ക്കുട്ടിക്ക് അല്ലേ രസമില്ലേ? നീ കണ്ടില്ലേ? കാണോ ഞാൻ നേരത്തെ കളിച്ചു എന്ന് പറഞ്ഞു. അവസാനം പാത്തൊക്കെ പറഞ്ഞു. തുടക്കത്തിൽ അതൊന്നും നമുക്കറിയില്ല. ഫീലാണ് ഇവർ കളിച്ചു എന്ന് കളിക്കാൻ പ്രാപ്തരാക്കി. ധാരാളം തോന്നിപ്പോകും. നമ്മളൊക്കെ പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അങ്ങനെ ഞാൻ അതന്നെയാണ് പറയുന്നത് അല്ലേ? എങ്ങനെ ചെയ്യിപ്പിക്കുന്നത്? ഏറ്റവും പ്രിയപ്പെട്ട പട്ടി അവൻ നമുക്ക് മുന്നിൽ പോയപ്പോൾ അവനോടൊപ്പം ആ പട്ടി അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടത് ഈ പട്ടിയായിരുന്നു. ആ പട്ടിയോടൊപ്പമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പട്ടിയുടെ മാനസങ്ങളൊക്കെ നാടകം പറയണേ എനിക്കറിയില്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കണേ. പിന്നെ സാറ് പറഞ്ഞ് ഞാൻ നിന്റെ കൊണ്ടാവും അങ്ങനെ ഞാൻ ചെയ്തു. അങ്ങനെ കുറേ ദിവസമായിട്ട് ഇങ്ങനെ വീക്കായി. പിന്നെ അങ്ങനെ ചെയ്ത് ഓരോ ദിവസം അങ്ങനെ ചെയ്ത് ഇങ്ങനെ ശരിയായി വന്നു. എൻ്റെ പട്ടി ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആ പട്ടി കരയുണ്ടായി. ഞങ്ങൾക്കറിയില്ലല്ലോ. അപ്പോൾ പട്ടി കരയുണ്ടായി. ഞങ്ങൾ പുറത്ത് പോയിട്ട് ചോറൊക്കെ കൊടുത്ത് വല്യമ്മ വിളിച്ചപ്പോൾ അവിടേക്ക് വന്ന് നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ ചോറൊക്കെ കഴിച്ച് രാത്രി ഉറങ്ങുമ്പോൾ വല്യമ്മ കരയാണ്. അപ്പോൾ ഞങ്ങൾ നീച്ച് വെക്കുമ്പോഴാണ് ചൂരമണി മുഴുവൻ. മാഷി എങ്ങനെയാ സഹായിച്ചത്? ഉണ്ണിമാഷി ഈ നാടകത്തിൽ ഒരാൾ. ഉണ്ണിമാഷി, അജയ് സാറ്, ജോബ് സാറ്, ഷെറി സാറ് ഇവരൊക്കെ. സന്തോഷമായിട്ട് പരിചയപ്പെടുത്തിയില്ലല്ലോ. എന്താ ഒന്ന് ഹഗ് ചെയ്തേ. താങ്ക് യു. താങ്ക് യു. 7 കുട്ടികളെയും നമ്മൾ സബ് ജില്ല മുതൽ എല്ലാ ഇനങ്ങളിലും പങ്കെടുപ്പിച്ചു. അപ്പോൾ അതൊരു വലിയ മാറ്റമായിരുന്നു. അതാണ് നമുക്ക് കല കൊണ്ട് നേടാൻ കഴിയുന്നത്. അത് നമ്മൾ ചെയ്തു. അതല്ലേ നമുക്ക് ചെയ്യാനുള്ളൂ. അതുപോലെ തന്നെ ഈ വെള്ളപ്പൊക്കത്തിൽ എന്നൊരു ടീമിൽ തന്നെ ഈ നാടകം ചെയ്യണം എന്നുള്ളത് മാഷിൻ്റെ തീരുമാനമായിരുന്നു? എൻ്റെ തീരുമാനമല്ല. ജോബ് സാറും അജയ് സാറും ഞങ്ങൾ ഒരു നാട്ടുകാരാണ്. മരുതം തിയേറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു നാടക സംഘത്തിൻ്റെ പ്രവർത്തകരാണ് ഞങ്ങൾ ആലപ്പുഴ നാട്ടിൽ. അപ്പോൾ സാറുമായിട്ടും ജോബ് സാറുമായിട്ടും ആലോചിച്ച് പല 1-2 നാടകങ്ങളെക്കുറിച്ച് ഞങ്ങൾ ആലോചിച്ചു. ഒടുവിൽ ആ ഇതിവൃത്തം നമുക്കിപ്പോൾ സംഭവിച്ച ആ ഒരു ആനുകാലിക സംഭവം ഈ ഇതിവൃത്തവും നിൽക്കുന്നത് ഈ കഥയാണ്. അതിലേക്ക് എത്തിച്ചത്. പക്ഷേ അവർക്കതിലൊന്നും ആ നാടകത്തിലേക്ക് ഇറങ്ങി വരാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയായിരുന്നു.
പക്ഷേ ഇത് പറയുമ്പോൾ അവർക്ക് ഇവരുടെ ജീവിതത്തിൻ്റെ ചില എലമെൻസുമായിട്ട് ഒത്തുവരുന്നത്. അങ്ങനെയാണ് ഈ തകഴിയുടെ വെള്ളപ്പൊക്കത്തിലേക്ക്. പക്ഷേ ചെയ്തു വന്നപ്പോൾ അവരോരോന്നും അങ്ങോട്ടും ഇവിടെ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അവരുടെ അനുഭവത്തിൽ നിന്ന് തകഴിയുടെ വെള്ളപ്പൊക്കം കൃത്യമായി വന്ന് ഈ വെള്ളാർമല ദുരന്തത്തിലേക്ക് എത്തിച്ചേരുകയാണ്. അത് ആക്ച്വലി ഇതിൻ്റെ യഥാർത്ഥ ക്രെഡിറ്റ് പോകുന്ന തകഴിക്കാണ്. 90 വർഷം മുമ്പ് എഴുതിയ കഥ ഈ 2024 ഏറ്റവും ആനുകാലികമായ പ്രസക്തി പുതിയ കാലഘട്ടത്തിൽ പുതിയ സന്ദർഭത്തിൽ മറ്റൊരു രീതിയിൽ ഉണ്ടാകുമെന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു സാഹിത്യകൃതി കാലത്തെ അതിജീവിക്കുന്നതിൻ്റെ ഒരു കൂടിയാണ്. അതാണ് നമ്മുടെ മലയാള സാഹിത്യത്തിന് കിട്ടിയ വലിയ ഗുണം കൂടിയാണ്. അങ്ങനെ വെക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ സമൂഹത്തോട് ഉയർത്തുന്ന കുറേ അധികം ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ നമ്മുടെ സമൂഹം ബാധ്യസ്ഥരാണ്. ഇത് എങ്ങനെ ഇവർക്ക് സാധിക്കുന്നു എന്ന് നമ്മൾ പലപ്പോഴും അതിശയിച്ചു പോകും. ഈ ഒരു ദുരന്തത്തെ നേരിട്ട അധ്യാപകർ, കുഞ്ഞുങ്ങൾ, ഇവർക്ക് അവരുടെ എല്ലാം നഷ്ടപ്പെട്ടതാണ്. പക്ഷേ അതിനെ എല്ലാം അതിജീവിച്ച് നമുക്ക് തരുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സന്ദേശം കൂടെയാണ്. എന്ത് പ്രശ്നങ്ങളുണ്ടായാലും പലപ്പോഴും നമ്മൾ അതിൽ തകർന്നും ഇരിക്കാറുണ്ട്. പക്ഷെ അതൊന്നുമല്ല, ഇതിനെ അതിജീവിക്കാൻ നമുക്ക് കഴിയുമെന്ന് ഈ സമൂഹത്തോടും അവർ വിളിച്ചു പറയുകയാണ്. എല്ലാവിധ ആശംസകളും അവർക്ക് അർപ്പിക്കും. ആ ഒരു തീം നമ്മളെ കരയിപ്പിക്കുന്ന തീർച്ചയായും അവസാനമൊക്കെ എത്തിയും അതിൽ ആ കഥ നമ്മൾ തകഴിയുടെ കഥ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്, പല ഘട്ടങ്ങളിലും വായിച്ചിട്ടുള്ളതാണ്. പക്ഷേ അത് ഈ ഒരു പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും നമ്മുടെ കണ്ണ് നിറഞ്ഞൊഴുകുകയാണ്. എനിക്ക് ഓടി വന്ന് കുട്ടികളെ ഒന്ന് കെട്ടിപ്പിടിക്കണമെന്ന് തോന്നിയതാണ്. ആ ഒരു അനുഭവമാണ് എനിക്കുണ്ടായത്. അതുതന്നെയായിരിക്കും ഈ ഓഡിറ്റോറിയത്തിൽ ഇരുന്നവർ ഈ നാടകം കണ്ട ഓരോ വ്യക്തിക്കും ഉണ്ടായതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, തകഴിയുടെ ആ കഥയിൽ നമ്മുടെ സമൂഹത്തിൻ്റെ പരിസ്ഥിതി ബോധം ഉണർത്തുന്നതായിരുന്നു. കുട്ടികളിലായാലും സമൂഹത്തിലേക്കായാലും അത് ഇറങ്ങി ചെല്ലുന്നൊരു കഥയാണല്ലോ. അതേക്കുറിച്ച് നമ്മളൊന്നും പറയാൻ പോലും ആരുമല്ല. പരിസ്ഥിതിയുടെ സംരക്ഷണം അത് ഉറപ്പുവരുത്തുന്നതാണ്. പക്ഷെ അതിവിടെ ഈ ഒരു പശ്ചാത്തലത്തിൽ ആ കഥ എടുത്തു എന്നുള്ളതാണ് ഏറെ പ്രാധാന്യം.